കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന പാലാ ബിഷപ്പ്. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നവനാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ഇപ്പോൾ കല്ലറങ്ങാട്ട് കാറി കൂവി നിലവിളിക്കുകയാണ്, അയ്യോ ഞങ്ങളെ ആരെങ്കിലും രക്ഷിക്കാൻ വരൂ, ഞങ്ങളുടെ മതവികാരത്തെ നിങ്ങൾ വ്രണപ്പെടുത്തരുത് എന്ന് PC ജോർജിനോട് എന്ന വ്യംഗ്യേന ഇവിടുത്തെ സംഘപരിവാറിനോട് യാചിക്കുകയാണ്. നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ എന്താണ് 2021 പറഞ്ഞത്? 2021 സെപ്റ്റംബർ 8 കുറുവിലങ്ങാട് പള്ളിയിലെ 8 നോമ്പ് ദിനത്തിൽ ആ പരിശുദ്ധ സ്ഥലമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന ആ പീഠത്തിന്മേൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ അന്ന് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചത്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ യുവാക്കൾ ശ്രദ്ധിക്കണം. അങ്ങനെ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാൻ, കേരളത്തിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചയാളാണ് ഈ മെത്രാൻ. എന്നിട്ട് ഇപ്പോൾ നിന്ന് മോങ്ങുകയാണ്. ഏതായാലും 2021 ഇയാൾ പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേരളത്തിലെ നമ്മുടെ യുവജനങ്ങൾക്കിടയിലും മറ്റൊരു കാലത്തും നേരിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ 2 കാര്യങ്ങളാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ പ്രവർത്തകർക്ക് അവരുടേതായ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാവാം. ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്, നമ്മളുടെ പെൺകുട്ടികളെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അവ കേവലം പ്രണയവിവാഹങ്ങളല്ല, മറിച്ച് നശിപ്പിക്കലുകളാണ്, ഒരു യുദ്ധതന്ത്രമാണ്. ഒരു യുവാവും യുവതിയും തമ്മിൽ സ്നേഹിച്ചാൽ അത് 2 മതത്തിൽ നിന്നായാൽ എന്താണ് തെറ്റ് എന്നത് ഒരു സിമ്പിൾ ചോദ്യമാണ്. ഇൻ്റർ കൾട്ട് മാരേജ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സിമ്പിൾ ചോദ്യമാണ്. പക്ഷേ അവർ ഏത് വിധമാണ് വിവാഹത്തിലേക്ക് വന്നത് എന്നും തുടർന്ന് അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതും ഒരു ഗ്രാൻഡ് വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. പെൺകുട്ടികളെ വിശ്വാസത്യാഗത്തിലേക്കും തുടർന്ന് ഭീകര പ്രവർത്തനങ്ങളിലേക്കും നയിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ലവ് ജിഹാദിനെയാണ് എതിർക്കുന്നത്. രണ്ടാമത് നാർക്കോട്ടിക് അല്ലെങ്കിൽ ഡ്രഗ് ജിഹാദാണ്. മുസ്ലിങ്ങളായവരെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ മയക്കുമരുന്നിന് അടിമകളാക്കി അവരുടെ ജീവിതം നശിപ്പിച്ച് കളയുന്ന രീതിയെയാണ് നാർക്കോട്ടിക് അഥവാ ഡ്രഗ് ജിഹാദ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. വർദ്ധിച്ചു വരുന്ന കഞ്ചാവ്, മയക്കുമരുന്ന് കച്ചവടങ്ങൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നത് വ്യക്തമാണല്ലോ. തീവ്ര നിലപാട് പുലർത്തുന്ന ജിഹാദികൾ നടത്തുന്ന ഐസ്ക്രീം പാർലറുകൾ, മധുരപാനീയ കടകൾ, ഹോട്ടലുകൾ മുതലായവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവർ മുസ്ലിങ്ങളെ നശിപ്പിക്കുവാനുള്ള ആയുധമായി വിവിധ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നത് നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാകുന്നുമുണ്ട്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന റേവ് പാർട്ടികളും അവയിൽ നിന്ന് പിടിക്കപ്പെടുന്നവരുടെ വിവരണങ്ങളും ഈ വസ്തുത വീണ്ടും നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നു. മയക്കുമരുന്നിൽപ്പെട്ട് രോഗികളായി പഠനവും ജോലിയും ഉപേക്ഷിച്ച് ജീവിതം തകർക്കുന്നവരുടെ എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേടിയിലാവണം ഇത്തരത്തിൽ BJPക്ക് അനുകൂലമായ ഒരു നിലപാട് ഈ പാലാ മെത്രാൻ കൈക്കൊണ്ടത്. ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ അടച്ച് ആക്ഷേപിക്കുകയാണ് ഇയാൾ ചെയ്തത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഉണ്ട് എന്ന് കല്ലറങ്ങാട്ട് അന്ന് പ്രസംഗിച്ചത്? എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്ത് തെളിവാണ്? തെളിവുണ്ടെങ്കിൽ അന്ന് പുറത്തു വിടണമായിരുന്നു. നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട സഭയുടെ മെത്രാനാണെങ്കിൽ അന്ന് പറഞ്ഞതിന്റെ തെളിവുകൾ നിങ്ങൾ പുറത്തു വിടുമായിരുന്നു. പക്ഷേ ഒരു തെളിവും നിങ്ങളുടെ കയ്യിലില്ല എന്ന് പാവപ്പെട്ട വിശ്വാസികൾക്ക് വരെ അറിയാം, ഇപ്പോഴും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ക്രൈസ്തവ മുസ്ലിം സാഹോദര്യത്തെ തകർക്കാനാണ് അന്ന് ശ്രമിച്ചത്. അന്ന് SDPI പ്രവർത്തകർ നിങ്ങളുടെ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തി നിങ്ങൾ ഓർക്കുന്നില്ലേ?
ഓർക്കുന്നുണ്ടാവണം, മറക്കരുത്. അന്ന് SDPI പ്രവർത്തകരും അതേപോലെ തന്നെ മുസ്ലിം ഐക്യവേദിയും നിങ്ങളുടെ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തി. അന്ന് BJP പ്രവർത്തകർ അതിനെ എതിർക്കാൻ രംഗത്ത് വന്നു. എന്നും BJPക്കാരും RSSകാരും നിങ്ങളോടൊപ്പം നിൽക്കില്ല. ഈ ആഴ്ച ഇറങ്ങിയ കേസരി വാരികയിലെ ഒരു ലേഖനം നിങ്ങൾ വായിക്കണം. ഞങ്ങളോട് വിരട്ടു വേണ്ട എന്നാണ് RSSകാർ പറഞ്ഞത്. അതേ RSSകാർ നാളെ നിങ്ങളുടെ അരമനയിൽ കയറുമ്പോൾ ഒരുപക്ഷെ കല്ലറങ്ങാട് താങ്കൾ മാത്രമേ കാണുകയുള്ളൂ, താങ്കൾ ഒറ്റയ്ക്കേ കാണുകയുള്ളൂ. കാരണം ഇത്രമാത്രം കേരളത്തിൽ സമാധാനപരമായി കഴിയുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഇത്രമാത്രം വിഷം തുപ്പിയ നിങ്ങളിപ്പോൾ അത് തിരുത്താൻ വന്നിരിക്കുന്നു. PC ജോർജും മകനും അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJPയോടായി പറയുകയാണ്, നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം, ആരുടെയും വികാരത്തെ വ്രണപ്പെടുത്തരുത്, ഇവിടെ സമാധാനം നിലനിൽക്കണം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവര് മതനേതാക്കന്മാരെ കുറിച്ച് മാന്യതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടുകളിലെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ ആരെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുകയല്ല. ആരാണെങ്കിലും മതനേതാക്കന്മാർക്ക് അവരുടെ നേരെ മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായം പറയുമ്പോൾ വിശ്വാസികളുടെ വികാരത്തെ മാനിക്കണം. അത് മാനിക്കാതെ നമ്മൾ സംസാരിക്കുന്നത് വലിയ തെറ്റാണ്. ചാനലുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ സംസാരിക്കരുത്. നമുക്കൊരു ചാനൽ ഭാഷ കൈയടി അല്ലെങ്കിൽ ഒരു ചാനൽ സംഭാഷണ സംസ്കാരം സൃഷ്ടിക്കണം എന്ന കാര്യത്തിന് വേണ്ടി മാത്രം മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. ആരെങ്കിലും നമ്മൾ അത്തരം തെറ്റുകൾ സമൂഹത്തെ അറിയിക്കണം. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല, അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. രാഷ്ട്രീയ നേതൃത്വം സമുദായങ്ങളിൽ ഉണ്ടാകുന്നത് എന്നും സഭ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ യുവതിയിൽ നിന്ന് വളർന്നു വന്നത്. അതെല്ലാം നമുക്ക് സന്തോഷമാണ്, നമുക്ക് തൃപ്തിയാണ്. അവർ വഴി നമുക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. സഗൗരവം ആശയങ്ങൾ നിരത്തി സഭയിലൂടെ ആണ് അവർ വളർന്നതെന്നും അങ്ങനെ അവരുടെ ആശയങ്ങൾ വഴി ഈ രാജ്യത്തെ വളർത്താനായിട്ടുമാണ് അവർ ശ്രമിക്കേണ്ടത്. പതിറ്റാണ്ടുകളായിട്ട് തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിച്ചെടുത്ത പൊളിറ്റിക്കൽ ലെഗസി സ്വന്തമാക്കി നേടിയെടുത്ത ആളുകളൊക്കെ അവരുടെ ആ ഒരു ഐഡന്റിറ്റിക്ക് ചേരാത്ത വിധത്തിൽ നിൽക്കുന്നതും പറയുന്നതും സമീപിക്കുന്നതും തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സമയവും എല്ലാ മെത്രാന്മാരും വൈദികരും ന്യൂട്രലായിരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. മിണ്ടാപ്രാണികളായിരിക്കണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അത് ഈ റിപ്പബ്ലിക് ഡെമോക്രസിയിൽ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകണ്ട. പക്ഷേ ആയിരക്കണക്കിന് വൈദികരും സമർപ്പിതരും മേലധ്യക്ഷന്മാരുമുള്ള ഈ സഭയിൽ മൂലയ്ക്ക് കൊണ്ടേയിരുത്തി മിണ്ടാപ്രാണികളായിരിക്കണം, ന്യൂട്രലായിരിക്കണം. ഇതൊക്കെ ആരോടാണ് സംസാരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? എപ്പോഴും നമ്മൾ ന്യൂട്രലായിട്ടിരുന്ന് നമ്മുടെ ഐഡന്റിറ്റി എല്ലാം നഷ്ടപ്പെടും. ഓൾവേസ് ന്യൂട്രൽ മീൻസ് ഓൾവേസ് ഇറലവൻസ്. നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല, ഒന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. ന്യൂട്രൽ ആയിരിക്കണം. അതൊന്നും നടപ്പുന്ന കാര്യമല്ല. അത് നടപ്പിലാക്കാൻ ആരും ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മുടെ രാജ്യം നമുക്കുള്ള തനിമ, നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് പറയാനായിട്ടുള്ള അവസരം നൽകുന്നുണ്ട്. മാന്യമായ ഭാഷയിൽ അത് ആർക്കും പറയാവുന്നതാണ്. 2021 സെപ്റ്റംബർ 8 പള്ളിമേടയിൽ നിന്ന് നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ വാക്കുകൾ നിങ്ങൾ ഓർത്തില്ല? അന്ന് മറ്റുള്ളവരുടെ വികാരം വ്രണപ്പെടുമെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഓർക്കാതിരുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾ സ്വയം പരിശോധന നടത്തേണ്ട കാര്യമാണ്. SDPIയുടെ തൃപ്പൂണിത്തുറ മണ്ഡല പ്രസിഡന്റ് നിയാസ് മുഹമ്മദ് അലി പനങ്ങാട് പോലീസിൽ മതവിദ്വേഷ പ്രസംഗത്തിനെതിരെ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തില്ലേ? ആ കേസ് എന്തായി? ആ കേസിൽ ഇടത് വലത് പക്ഷങ്ങൾ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങളെ ഇവിടുത്തെ ഇടത് വലത് കക്ഷികൾ നിങ്ങളെ പ്രീണിപ്പിച്ചത് കൊണ്ടാണ്, നിങ്ങളുടെ മേൽ പ്രീണനം ഉണ്ടായത് കൊണ്ടാണ്, നിങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഈ കേസ് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നത്. ഇനി സഭകളിലെ പെണ്ണുങ്ങൾ പെറ്റുകൂട്ടണമെന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങൾ? പറഞ്ഞു തരാം. നിങ്ങൾ പറഞ്ഞ വാചകം, നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: 2000-ന് ശേഷം വിവാഹിതരായ 5 കുട്ടികളിൽ കൂടുതലുള്ള കുടുംബത്തിന് പാലാ രൂപത
1500 രൂപ മാസം തരുമെന്നാണ് നിങ്ങൾ പറയുന്നത്, സാമ്പത്തിക സഹായം നൽകുമെന്നാണ് പറയുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഒരു കുടുംബത്തിൽ നാലാമതായും തുടർന്നും ജനിക്കുന്ന കുട്ടികൾക്ക് സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പാല സ്കോളർഷിപ്പ് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുമെന്നാണ്. മൂന്നാമത് പറഞ്ഞെന്താണ്? പെറ്റുകൂട്ടുന്ന നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് ഒരു കുടുംബത്തിലെ 4 മുതലുള്ള കുട്ടികളുടെ ജന്മവുമായി ബന്ധപ്പെട്ട് ആശുപത്രി സൗകര്യങ്ങൾ മാർ സ്ലീവ മെഡിസിറ്റി പാല സൗജന്യമായി നൽകും. പെറാൻ വരൂ, ഞങ്ങളിവിടെ സൗജന്യമായി എല്ലാ പ്രസവ സൗകര്യങ്ങളും ഒരുക്കിത്തരാം. നമുക്ക് ജനസംഖ്യ കൂട്ടണം, 26% വരുന്ന മുസ്ലിങ്ങൾ ഇവിടെ കൂടിയാൽ നമുക്ക് ആപത്താണ്. അങ്ങനെ പറഞ്ഞ് മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളെ, പാവപ്പെട്ട വിശ്വാസികളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ച ഈ കല്ലറങ്ങാടനാണ് ഇപ്പോൾ നിന്ന് മോങ്ങുന്നത്. അന്ന് 2021 സെപ്റ്റംബർ 8 പള്ളിയിലെ 8 നോമ്പ് ദിനത്തിൽ നിന്ന് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ തമ്മിലടിപ്പിക്കാൻ തെരഞ്ഞെടുത്ത അതേ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ BJP-ക്കാരോട് യാചിക്കുന്നത്. ഇത്തരത്തിൽ മതസൗഹാർദ്ദം തകർക്കുന്ന ഒരു ശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന, വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കരുതെന്ന് കേഴുകയാണ്, കെഞ്ചുകയാണ്. FCRA ഭേദഗതിയുടെ മറവിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പേടി. അന്ന് നിങ്ങൾ RSSകാരെ സുഖിപ്പിച്ചെങ്കിൽ ഇന്ന് നിങ്ങൾ RSSകാരന് മുന്നിൽ തൊഴുതു നിൽക്കുകയാണ്. ഇതാണ് RSS. കല്ലറങ്ങട സൗകര്യം കിട്ടുന്നെങ്കിൽ, സമയം കിട്ടുന്നെങ്കിൽ കേസരിയുടെ ആ ലേഖനമൊന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് RSS എന്ന്. അന്ന് മുസ്ലിം വികാരത്തെ നിങ്ങൾ വ്രണപ്പെടുത്തിയില്ലേ? ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ വികാരത്തെയാണ് വെല്ലുവിളിക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നു. നിങ്ങൾ ഈ കേരളത്തിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ആളാണ് എന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ചാൽ മനസ്സിലാകും. അന്ന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങൾ ഉയർത്തിവിട്ടത്. ഇവിടുത്തെ പാവപ്പെട്ട ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കും എതിരായി അവരെ തമ്മിലടിപ്പിച്ച് ചോര കുടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഒരു കുറുക്കന്റെ വേഷം കെട്ടിയ ആളാണ് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ കാറ്റു വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന ആളാണ് ക്രിസ്തു. വെറുതെ അല്ല പറഞ്ഞത്. ക്രിസ്തു കൃത്യമായി നിങ്ങളെപ്പോലെയുള്ള ഈ ക്രിമിനൽ മനസ്സുള്ളവരെ കണ്ടുകൊണ്ടാണ് മുൻകൂട്ടി ക്രിസ്തു ഇത്തരമൊരു വാചകം പറഞ്ഞത് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.